മിഥില രാജ്യത്ത് ഒരിക്കൽ യാഗഭൂമി ഉഴുതപ്പോൾ ഒരു പെട്ടി കിട്ടി. പെട്ടി തുറന്നു നോക്കിയ ജനക രാജാവ് ഒരു സുന്ദരിയായ പെൺകുട്ടിയെയാണ് കണ്ടത്. മക്കളില്ലാതിരുന്ന രാജാവ് ആ കുട്ടിയെ എടുത്തു വളർത്തി. ഉഴവുചാലിൽ നിന്ന് ലഭിച്ച കുഞ്ഞായതിനാൽ അവൾക്ക് സീത എന്ന പേര് നൽകി. അവൾക്ക് വിവാഹപ്രായമായപ്പോൾ കേമന്മാരായ രാജകുമാരന്മാർ അവളെ സ്വന്തമാക്കാൻ മിഥിലയിലെത്തി. രാജാവ് സീതയെ വിവാഹം കഴിക്കാനായി വരുന്നവർക്ക് വേണ്ടി ഒരു മത്സരം വെച്ചു. കൊട്ടാരത്തിലെ ശൈവചാപമായ ത്രയംബകവില്ല് എടുത്തു കുലയ്ക്കുന്നവർക്ക് സീതയെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്നായിരുന്നു ആ മത്സരം. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും നിരാശരായി മടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ മിഥിലയിലേക്ക് കൊണ്ടുവരുന്നത്. ശൈവജാപം കാണാൻ അവർക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ശ്രീരാമനെയും കൂട്ടി രാജാവ് വില്ലിന്റെ അടുത്തേക്ക് പോവുകയും ശ്രീരാമൻ ആ വില്ല് നിഷ്പ്രയാസം കുലച്ചു എന്ന് മാത്രമല്ല ആ വില്ല് ഒടിക്കുകയും ചെയ്തു. അതോടെ സ്വർണവർണ്ണമാർന്ന മനോഹരിയായ സീത ശ്രീരാമന്റെ കഴുത്തിൽ സ്വയംവര മാല്യം ചാർത്തി.